ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 million shades. അപ്പോൾ 2023 ഇവിടെ കഴിയാണ്, ഡിസംബർ 31 ആണ്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ഇയർ അവസാനിച്ചു. അപ്പോൾ നമ്മൾ നാളെ പുതിയൊരു വർഷത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഈ 2023 റീക്യാപ്പ് എന്ന് പറയും. അപ്പോൾ 2023 എങ്ങനെയായിരുന്നു എൻ്റെ ആർട്ട് ജേർണി എന്നാണ് പറയാൻ പോണേ. അപ്പോൾ 2023 ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 70K യൂട്യൂബ് ഫാമിലി ആയിട്ട് നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും അതിന് ഒരുപാട് താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഈ ഒരു ഇയർ ത്രൂ ഔട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ ഒരു 2023 ആർട്ട് ജേർണി എങ്ങനെയായിരുന്നു നമുക്ക് വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ എൻ്റെ 2023 ആർട്ട് ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ 2023 കുറച്ചാണ് വരച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു 2023 എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ വരച്ചിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നു. വരയ്ക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ബുക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ ഒരു ഡ്രോയിങ് ബുക്കാണ്, അധികം റേറ്റിനൊന്നുമല്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോരോ ഫോട്ടോസായിട്ട് നമുക്ക് കാണാം. ഇതിൽ ആദ്യത്തെ ഫോട്ടോസ് ഇതൊക്കെ ഞാൻ വെറുതെ മറ്റേ ഷോർട്സൊക്കെ ചെയ്യാൻ വേണ്ടി, വാട്ടർ കളറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ വരച്ചതാണ്. ഇത് നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ലീവ്സൊക്കെ വരയ്ക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. വാട്ടർ കളർ വെച്ചിട്ട് ഫ്ലവേഴ്സും ലീവ്സൊക്കെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണതാണ്. ഈ ബുക്കിൽ കൂടുതൽ ഞാൻ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കണ ബുക്കാട്ടോ. അതിലതുകൊണ്ട് അങ്ങനെ അധികം ഭംഗികളൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ചെറിയ ഷോർട്സും പിന്നെ ഓയിൽ പീസസൊക്കെ വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ചുമ്മാ ഷോർട്സൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഇതിലുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് തന്നെ മറ്റേ ഈ ബോഡി പോസ്റ്റേഴ്സൊക്കെ എങ്ങനെ വരയ്ക്കാമെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെയാണ്. പിന്നെ ഇതൊരു വാട്ടർ കളറിൻ്റെ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ. പിന്നെ ഇതെന്തോ ഒരു ഇത് പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്ത് കാർട്ടൂൺ വരയ്ക്കാൻ പ്രാക്ടീസ് ചെയ്തതാണ്. പിന്നെ ഇതെന്തോ ഡൂഡിൽ ആർട്ട് ചെയ്തിട്ടാണ് എല്ലാം. പക്ഷെ ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കേട്ടോ, എല്ലാം ഇങ്ങനെ പകുതിയാക്കി വെച്ചേക്കാണ്. ഇതുപോലെ ഏതോ ഒരു ഷെയ്ഡിങ് ചെയ്തതും കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഇത് എന്തൊക്കെയോ കളർ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ ട്യൂട്ടോറിയലിന് വേണ്ടി വരച്ചൊക്കെ എന്തൊക്കെയാണ്. ഇതും സിമ്പിളായിട്ടുള്ള ഒരു ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ് ആണ്. അങ്ങനെ അതൊക്കെ അങ്ങനെ പോകണം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ചെയ്തിട്ടുള്ളതായിട്ട്. ഈ ബുക്കിൽ മിക്കതും അങ്ങനത്തെ ഫോട്ടോസ് ആയിരിക്കും. ഇതും ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ പേസ്റ്റൽസ്. പിന്നെ ഇത് ലൂമിസ് മെത്തേഡ് പഠിപ്പിക്കാനായിട്ട് ഹെഡ് വരച്ച് പ്രാക്ടീസ് ചെയ്തത് അതൊക്കെയാണിത്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരച്ചേക്കുന്നത്. ഈ ക്രിസ്മസ് ഞാൻ വരച്ചതാണ്, ക്രിസ്മസ് അപ്പൂപ്പനെ. അപ്പോൾ പിന്നെ ഇത്ര ഉള്ളൂ ഇതിൽ, ഈ ബുക്കിൽ ഇത്ര ഉള്ളൂ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് ഈ ഫോട്ടോ പെൻസിൽ ഡ്രോയിങ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോൻ്റെ ഫോട്ടോ ആണിത്. ഈ ബുക്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാം. ഈ ബുക്കാണ് എടുത്തേക്കണേ. ഇത് എൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണ്. ഇതെൻ്റെ കല്യാണക്കുറിയാണ്, വെഡ്ഡിങ് കാർഡ്. ഞാൻ തന്നെ, അയ്യോ അത് മറിഞ്ഞു വീണു. അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ വെഡ്ഡിങ് കാർഡിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത് ജസ്റ്റ് A4-ലും A5 സൈസിലൊക്കെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കിയതൊക്കെയാണ് കളർ പ്രിൻറ്റ്. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഈ ബുക്ക് കാണാം. ഇത് കുറേ നാൾ മുമ്പത്തെ ബുക്ക് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് 2023 ആണെന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ഇത് ഞാൻ അതിന് മുമ്പൊക്കെ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. കാരണം ഞാനിപ്പോൾ വെഡ്ഡിങ് കഴിഞ്ഞിട്ടിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ബുക്കൊക്കെ കുറേയൊക്കെ എടുത്തിട്ട് വരാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഞാൻ കുറേ മുമ്പ് വരച്ചതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതൊക്കെ കുറേ നാൾ മുമ്പ് 2022 തോന്നുന്നു ഇത് വരച്ചേക്കുന്നത്. 2023 ഉള്ളിൽ 2023 അല്ലാതാണ് എൻ്റെ ഒരു നിഗമനം. ഇതൊക്കെ മുമ്പ് വരച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഫോട്ടോസ് ആദ്യം വരച്ച് പ്രാക്ടീസ് ചെയ്തൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ കാണണതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്തോളൂടെ താഴെ. നിങ്ങളെപ്പോഴേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഞാൻ താഴെ സൈൻ ചെയ്തേക്കണം കേട്ടോ. സൈൻ ചെയ്തതിൻ്റെ ഒപ്പം ഡേറ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇയർ നിങ്ങൾ വരച്ചതാണ്, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ അപ്പോൾ ഇതിലൊന്നും ഡേറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ് ഞാൻ ഏത് ഇയറിൽ വരച്ചതാണെന്നുള്ളത്. നിങ്ങൾ ഡേറ്റ് ഇടുന്നത് ശീലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളെപ്പോൾ വരച്ചതാണ് എന്നൊക്കെയുള്ളതൊരു ഐഡിയ കിട്ടും. ഇതൊക്കെ കരിക്കിൻ്റെ അതിറങ്ങിയ സമയത്ത് വരച്ച ഫോട്ടോസാണ്. പിന്നെ ഇതൊക്കെ നോസ് ഡ്രോയിങ് ട്യൂട്ടോറിയൽ, ഇത് മാസ്റ്റർ ഇറങ്ങിയ സമയത്ത് വരച്ചതാണ്. പിന്നെ ഞാനിങ്ങനെ ഇടയിൽ ഫോട്ടോ ഇങ്ങനെ കേടാവാണ്ടിരിക്കുക ഇടയിൽ പേപ്പർ വെക്കുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, ഇങ്ങനെ സ്കെച്ച് വെച്ച് വരയ്ക്കുന്നതൊക്കെ ഇങ്ങനെ പകരണുണ്ട്.
പിന്നെ ഇതും കരിക്കിലത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ഇറങ്ങിയ സമയത്ത് വരച്ചാണ്. പിന്നെ ഇത് കൊറോണയുടെ എന്തോ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഇത് നമ്മുടെ KGF ഇറങ്ങിയ സമയത്ത് വരച്ചതാണ്, റോക്കി ബൈ. പിന്നെ നെക്സ്റ്റ് ടോവിനോ ആണ്, കള ഇറങ്ങിയ സിനിമ, ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ വരച്ചതാണ്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാണ്. നെക്സ്റ്റ് ഇതൊക്കെ പകുതി കുറേ കംപ്ലീറ്റ് ചെയ്യാത്തതുണ്ട് കേട്ടോ, എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതെൻ്റെ ഫ്രണ്ടാണ് അനീസ. അങ്ങനെ ഇത്രേ ഉള്ളൂ ഓൾമോസ്റ്റ് ഇതിൽ. പിന്നെ ഇത് മല്ലു ട്രാവലാണ് വരച്ചതാണ്. ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് DQ, ഇതിൽ DQ ഒന്നും അത്ര കറക്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ബുക്ക് എടുക്കാം. അടുത്ത ബുക്കല്ല, ഈ 2 ബുക്കുള്ളൂ. നെക്സ്റ്റ് ഒരു ഫയലുണ്ട്. ഈ ഫയലിലാണ് കുറേ ഐറ്റംസ് ഇരിക്കണേ. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് നോക്കി വെക്കാം. ഇത് ഞാൻ പെൻ വെച്ച് ചെയ്തതാണ്. ഇത് തലതിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇരിക്കണത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കുള്ളത്. പിന്നെ ഇത് ഓണത്തിന് സമയത്ത് വരച്ചതാണെന്ന് വിചാരിക്കുന്നു. മാവേലിനെയാണ്. പിന്നെ ഇത് പേപ്പർ കട്ടായിട്ട് ചെയ്തതാണ്, നെയ്മറാണ്. ഇതിൻ്റെ താഴെ ബ്ലാക്ക് പേപ്പർ വെച്ചാലാണ് കറക്റ്റ് അറിയുള്ളൂ. പിന്നെ ഇതെന്തോ ഫേസിൻ്റെ പ്രൊപ്പോർഷൻ പഠിക്കാനോ എന്തിനോ വേണ്ടി വരച്ചതാണ്. പിന്നെ ഇതൊക്കെ ഡോംസിൻ്റെ ഇങ്ങോട്ട് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചതാണ്. ഇത് രണ്ടും പെൻസിൽ ഡ്രോയിങ്ങില്ലേ, പെൻസിൽ കളർ പെൻസിൽ യൂസ് ചെയ്ത് വരച്ചതാട്ടാ. പിന്നെ നെക്സ്റ്റ് നമ്മുടെ അടിപൊളി ഫോട്ടോയാണ് രമോണ്. ഇതല്ല, ഇതിൻ്റെ താഴെയുള്ളത്. ഇത് ആസിഫിക്കയുടെ നമ്മൾ പെൻസിൽ മറ്റേ പേപ്പർ കട്ടാട്ടൻ്റെ ചെയ്തതാണ്. താഴെ ബ്ലാക്ക് പേപ്പർ നമ്മൾ കറക്റ്റ് കാണുള്ളൂ. ഇത് നമ്മുടെ സ്വന്തം കാർത്തിക് സൂര്യയാണ്. കാർത്തിക് സൂര്യന് ഇഷ്ടമുള്ളവരൊക്കെ താഴെ ലൈക്ക് അടിച്ചോളൂ എന്തായാലും. ഇനി നെക്സ്റ്റ് നമ്മുടെ മമ്മൂക്കയാണ്. വേണ്ട ഈ ഫോട്ടോ കണ്ട മുകളിലൊക്കെ ചെറുതൊരു പരന്നിട്ടൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും ഫോട്ടോ വരച്ച് കഴിഞ്ഞാൽ ഫിക്സേറ്റ് സ്പ്രേ യൂസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണിത്. നമ്മളെപ്പോഴും വരച്ച് കഴിഞ്ഞാൽ ഫിക്സേറ്റ് സ്പ്രേ യൂസ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പരന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എന്തോ ചവറ പോലെ എന്തൊക്കെ പണ്ടും കണ്ടൊക്കെ വരച്ചതാണ്. ഇതൊക്കെ എപ്പോഴോ പിള്ളേരൊക്കെ വരച്ചു കൊടുത്താന്ന് പറഞ്ഞാൽ സ്പൈഡർമാനൊക്കെ. ഇനി ഇത് ഞാൻ ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് ഫേസ് വരയ്ക്കാൻ ട്രൈ ചെയ്തതാണ്. പക്ഷെ ട്രൈ ചെയ്തൊരു പകുതിയപ്പോഴേക്കും ഞാൻ അവിടെ വെച്ചിട്ട് പോയി. ഇതാണ് എൻ്റെ പ്രശ്നം. മര്യാദയ്ക്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല. പിന്നെ ഇത് പോസ്റ്റർ കളർ വെച്ചിട്ട്, ഇതും ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് അതൊക്കെ വെച്ച് വരച്ചത്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ലക്ഷ്മി നക്ഷത്രയാണ്. ലക്ഷ്മി നക്ഷത്രത്തിന് ഇഷ്ടമുള്ളവരൊക്കെ താഴെ എന്തായാലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളാം. പിന്നെ ഇത് ഞാൻ പെന്ന് വെച്ചിട്ട് പോർട്രേറ്റ് വരയ്ക്കാൻ ട്രൈ ചെയ്തതാണ്. പിന്നെ മിന്നൽ മുഴ ഇറങ്ങിയ സമയത്ത് വരച്ചതാണിത്. ഇതെൻ്റെ ഫ്രണ്ടാണ്, അപ്പോൾ അവന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ചതാണ്. പിന്നെ ഇതൊക്കെ പണ്ടങ്ങാണ്ടൊക്കെ വരച്ചതാട്ടോ ഈ പെൻസിൽ ഡ്രോയിങ് ഒക്കെ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് എൻ്റെ അനിയൻ ചെയ്ത് നോക്കി ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. ഞാൻ ആ ഫയലെടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് മൊത്തം എടുത്തു. ഇതൊക്കെ പെൻസിൽ ഡ്രോയിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ വരച്ച ഫോട്ടോസൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊന്നും 2023 വരച്ചതല്ല കേട്ടോ. പിന്നെ ഇത് പ്രണവ് മോഹൻലാലിനെ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് ട്രൈ ചെയ്തതാണ്. പിന്നെ ഇത് അല്ലു അർജുനെ വരച്ചതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് തന്നെ കുറേ ഡ്രോയിങ്സ് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ട്യൂട്ടോറിയൽസിന് വേണ്ടി തന്നെയാണ് മിക്കതും ചെയ്തത്. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചേക്കണ ഫോട്ടോസാണ്. പിന്നെ ഇത് വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ്. പിന്നെ ഇതെന്തോ ഷോർട്സിന് വേണ്ടി ചെയ്തിട്ടുള്ളതാട്ടോ. പിന്നെ പെൻസിൽ ഡ്രോയിങ് വെച്ച് ചെയ്ത്. പിന്നെ ഇത് കുറേ ലീഫൊക്കെ വെച്ചിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ ഇതൊക്കെ ട്യൂട്ടോറിയൽ പെൻസിൽ ഡ്രോയിങ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് വരച്ചതാണ്. ഇതൊക്കെ കമ്മീഷൻ പോർട്രേറ്റ്സ്, മീൻസ് ഞാനിങ്ങനെ കമ്മീഷൻ പോർട്രേറ്റ്സ് വരച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഇതൊക്കെ വരച്ചത് കുറേയൊക്കെ. പിന്നെ ഇത് ഞാൻ പെൻസിൽ ഡ്രോയിങ്, റിയലിസ്റ്റിക് പെൻസിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടൊരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടെന്ന് അതിൽ വരച്ചതാണ് ഈ ഇമേജ്. പിന്നെ ഇത് അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ പെൻസിൽ ഡ്രോയിങ് യൂസ് ചെയ്തിട്ട് വരച്ചതാണ്. പിന്നെ ഇത് മറ്റേ കോഫി പൗഡർ യൂസ് ചെയ്തിട്ട് ചെയ്തൊരു ആർട്ടാണ്. ഇതും ചായപ്പൊടി വെച്ചിട്ട് മറ്റേ ഗ്ലൂ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 എല്ലാവർക്കും അടിപൊളി ഇയർ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കണം. ബൈ.